ഇംഗ്ലീഷ് ലാഡറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് കണ്ടതെന്ന് ഓർക്കുന്നുണ്ടോ? ഡെയിലി റുട്ടീൻ. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കണ്ടിട്ട് മാത്രമേ നിങ്ങൾ ഈ വീഡിയോ കാണാവൂ. ഓക്കെ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെയിലി റുട്ടീൻ കണ്ടു. രാവിലെ മുതൽ രാത്രി വരെ എങ്ങനെയാണ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചു അല്ലേ? നിങ്ങൾക്ക് ആ വീഡിയോ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അതിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തതുപോലെ ഈ വീഡിയോയിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമ്മൾ തുടങ്ങിയാണ്. ഐ വേക്ക് അപ്പ് അറ്റ് 6 o'clock എന്ന് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞു. അത് ഡെയിലി റുട്ടീൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്നലെ നമ്മൾ എന്താണ് ചെയ്തത്, ഇന്നലെ രാവിലെ മുതൽ ഇന്നലെ രാത്രി വരെ ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റെഡിയല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം. ഐ വേക്ക് അപ്പ് അറ്റ് 6 o'clock എന്ന് നമ്മൾ ഡെയിലി റുട്ടീനിൽ പറഞ്ഞെങ്കിൽ ഇന്നലെ ചെയ്ത കാര്യം പറയുമ്പോൾ ഐ വോക്കപ്പ് എന്നാണ് പറയുന്നത്. ഐ വേക്കപ്പ് എന്നുള്ളത് ഐ വോക്കപ്പായി മാറി. ഐ വേക്കപ്പ് എന്നുള്ളത് ഐ വോക്കപ്പ്, WOKE വോക്ക്. ഐ വോക്കപ്പ് അറ്റ് 6 o'clock. നെക്സ്റ്റ് ഐ ബ്രഷ് മൈ ടീത്ത് എന്ന് നമ്മൾ ഡെയിലി റുട്ടീനിൽ പറഞ്ഞപ്പോൾ ഇവിടെ ഐ ബ്രഷ്ഡ് മൈ ടീത്ത് ആയി. ഐ ബ്രഷ്ഡ് മൈ ടീത്ത്. ഓക്കെ, ഐ ടേക്ക് ബാത്ത് എന്നുള്ളത് ഐ ടുക്ക് ബാത്ത് എന്നായി. ഐ ടേക്ക് ബാത്ത്, ഐ ടുക്ക് ബാത്ത്. ഓക്കെ, പിന്നെ നമ്മൾ ചായ കുടിക്കുകയാണെങ്കിൽ ഐ ഡ്രിങ്ക് ടീ എന്നുള്ളത് ഐ ഡ്രാങ്ക് ടീ എന്നായി. ഐ ഡ്രിങ്ക് ടീ എന്നുള്ളത് ഐ ഡ്രാങ്ക് ടീ എന്നായി. ഓക്കെ, പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കാര്യം പറഞ്ഞു. ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ലെങ്കിൽ ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നമ്മൾ ഡെയിലി റുട്ടീനിൽ പഠിച്ചു. ഇവിടെ വരുമ്പോഴേക്കും അവിടെ ഐ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഐ എയ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ്. ATE. ഓക്കെ, ഐ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഐ എയ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്നായി. പിന്നീട് നമ്മൾ ഓഫീസിൽ പോകുന്ന കാര്യം പറഞ്ഞു. ഐ ഗോ ടു ഓഫീസ് എന്ന് പറഞ്ഞു. ഇവിടെ ഐ വെൻറ്റ് ടു ഓഫീസ് എന്നായി. ഇന്നലെ നടന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. സോ ഐ വെൻറ്റ് ടു ഓഫീസ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ എല്ലാ സെൻറ്റൻസിൻ്റെ കൂടെയും നിങ്ങൾക്ക് യെസ്റ്റർഡേ എന്നുള്ളൊരു സംഭവം വരുന്നുണ്ട്. അത് ഞാനിവിടെ പറയുന്നില്ല എന്ന് മാത്രം. അത് എല്ലാ സെൻറ്റൻസിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, കഴിഞ്ഞു പോയി, ഇന്നലെ ചെയ്ത കാര്യമാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്യാത്തത്. ഓക്കെ, ഓഫീസിൽ പോയി നമ്മൾ എന്ത് ചെയ്തു? അവിടെ വർക്ക് ചെയ്തു അല്ലേ? ഐ ഡു മൈ വർക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ ചെയ്തപ്പോഴേക്കും ഐ ഡിഡ് മൈ വർക്ക് യെസ്റ്റർഡേ. ഐ ഡിഡ് മൈ വർക്ക്. ഓക്കെ, അതുപോലെ ലഞ്ച് ബ്രേക്ക് എത്തിയപ്പോഴേക്കും ഐ ഹാഡ് ലഞ്ച് എന്നായി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞ സെയിം സെൻറ്റൻസ് തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നു. അവിടെ ആ വാക്ക്, ലാസ്റ്റത്തെ ഒരു വാക്ക് മാത്രം മാറ്റി നമ്മൾ പറയുന്നു. ഐ ഹാഡ് മൈ ലഞ്ച് അല്ലെങ്കിൽ ഐ എയ്റ്റ് മൈ ലഞ്ച്. ഓക്കെ, ലഞ്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വൈകിട്ട് ചായ കുടിക്കുന്ന കാര്യം പറഞ്ഞു. സോ അവിടെയും നമ്മൾ റെപ്പറ്റീഷനാണ് വരുന്നത്. നമ്മൾ രാവിലെ പറഞ്ഞ സെയിം സെൻറ്റൻസിനെ നമുക്കിവിടെ കൊണ്ടുവരാം. ഐ ഡ്രാങ്ക് ടീ. ഓക്കെ, ഇനി വേണമെന്നെങ്കിൽ നമുക്ക് സമയം വേണമെങ്കിൽ പറയാം. ഐ ഡ്രാങ്ക് ടീ അറ്റ് 4 o'clock. ഓക്കെ, ഇനി നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തു, ആ കാര്യം പറഞ്ഞായിരുന്നു. സോ ഇവിടെ വരാൻ നേരത്ത് ഐ കംപ്ലീറ്റഡ് മൈ വർക്ക്. ഐ കംപ്ലീറ്റഡ് മൈ വർക്ക് ഇൻ ദി ഓഫീസ്. ഐ കംപ്ലീറ്റഡ് മൈ വർക്ക് ഇൻ ദി ഓഫീസ്. ഓക്കെ, പിന്നെ അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അത് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? ഐ കം ബാക്ക് എന്നാണ് പറഞ്ഞത്. ഇവിടെ വരാൻ നേരത്ത് ഐ കെയിം ബാക്ക്. ഓക്കെ, ഐ കെയിം ബാക്ക് ടു മൈ ഹൗസ് അല്ലെങ്കിൽ ഐ കെയിം ബാക്ക് ഫ്രം ദി ഓഫീസ്. ഓക്കെ, അങ്ങനെ രണ്ടും പറയാം. കം എന്നുള്ളത് കെയിമായി മാറി അവിടെ. പിന്നെ നമ്മൾ പറഞ്ഞു, നമ്മളവിടെ വീട്ടിലെത്തി കഴിയുമ്പോഴേക്കും ഐ വാച്ച് TV എന്ന് പറഞ്ഞു. അത് നമുക്ക് ഐ വാച്ച്ഡ് TV അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനൽസ്, ഐ വാച്ച്ഡ് യൂട്യൂബ് ചാനൽസ് അങ്ങനെ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു കുട്ടികളുടെ കൂടെ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞു അല്ലേ? അവിടെ നമ്മൾ പറയാം ഐ സ്പെൻഡ് ടൈം വിത്ത് മൈ ഫാമിലി അല്ലെങ്കിൽ ഐ സ്പെൻഡ് ടൈം വിത്ത് മൈ കിഡ്സ്. അപ്പോൾ ഇവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെൻഡ് എന്നുള്ള വാക്കിൻ്റെ പ്രൊനൗൺസിയേഷൻ സെയിം ആണ്. SPEND എന്നാണ് നമ്മൾ ആദ്യത്തെ ഡെയിലി റുട്ടീനിൽ പറഞ്ഞത്. എന്നാൽ ഇവിടെ വരാൻ നേരത്ത് നമുക്ക് ഐ സ്പെൻഡ് മൈ ടൈം എന്ന് പറയുമ്പോൾ SPENT ആകും അവിടെ. SPENT. ആ ആദ്യത്തെ സ്പെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി റുട്ടീനിൽ പറഞ്ഞതാണ്. ടി ചേർത്തുള്ളത് നമ്മൾ കഴിഞ്ഞു പോയത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ SPENT എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഐ സ്പെൻഡ് ടൈം വിത്ത് മൈ ഫാമിലി അല്ലെങ്കിൽ ഐ സ്പെൻഡ് ടൈം വിത്ത് മൈ കിഡ്സ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഐ
പ്ലേഡ് വിത്ത് മൈ കിഡ്സ്. ഓക്കെ, നമ്മൾ ഡെയിലി റുട്ടീനിൽ ഐ പ്ലേ വിത്ത് മൈ കിഡ്സ് എന്നാണ് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ വരാൻ നേരത്ത് ഐ പ്ലേഡ് വിത്ത് മൈ കിഡ്സ്. ഓക്കെ, ഐ പ്ലേഡ് വിത്ത് മൈ കിഡ്സ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഡിന്നർ കഴിക്കുന്ന കാര്യം പറഞ്ഞു. സെയിം തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും പറഞ്ഞത് തന്നെ ഇവിടെ റെപ്പറ്റീഷൻ വരുന്നു. ഐ ഹാഡ് ഡിന്നർ. ഓക്കെ, ഐ ഹാഡ് ഡിന്നർ അല്ലെങ്കിൽ ഐ എയ്റ്റ് ഡിന്നർ. പിന്നീട് നമ്മൾ ഉറങ്ങുന്ന കാര്യം പറഞ്ഞു അല്ലേ, ഐ ഗോ ടു ബെഡ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഐ സ്ലീപ്പ് അറ്റ് എന്ന് പറഞ്ഞു. അത് നമ്മൾ ഇവിടെ ഇന്നലെ ചെയ്ത കാര്യമായിട്ട് പറയുമ്പോഴേക്കും ഐ വെൻറ്റ് ടു ബെഡ്. ഓക്കെ, ഐ വെൻറ്റ് ടു ബെഡ് അല്ലെങ്കിൽ ഐ സ്ലെപ്റ്റ്. സ്ലീപ്പ് എന്നുള്ള വാക്ക് സ്ലെപ്റ്റായി മാറി, SLEPT. ഓക്കെ, അപ്പോൾ സ്ലീപ്പ് സ്ലെപ്റ്റായി, ഗോ എന്നുള്ളത് വെൻറ്റായി, ഗോ ടു ബെഡ് എന്നുള്ളത് വെൻ ടു ബെഡായി. എന്നിട്ട് നമുക്ക് സമയം പറയാം, ഐ ഗോ ടു ബെഡ് അല്ലെങ്കിൽ ഐ സ്ലെപ്റ്റ് അറ്റ് 10 o'clock അല്ലെങ്കിൽ 11 o'clock അങ്ങനെ പറയാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു തവണ കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും ഈ വീഡിയോ എടുത്തിട്ട് നിങ്ങളൊരു നോട്ട്ബുക്കും കയ്യിലെടുക്കുക. ആദ്യം ഡെയിലി റുട്ടീൻ എന്ന് പറഞ്ഞ് ഒരു സൈഡിൽ എഴുതുക. നിങ്ങൾ ഐ വേക്ക് അപ്പ്, അങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ, ഐ ടേക്ക് ബാത്ത്, ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനെ പറഞ്ഞത് ഒരു സൈഡിൽ എഴുതുക. അതിനോട് ചേർന്ന് തന്നെ നടുവിലൊരു വരയിട്ടിട്ട് റൈറ്റ് സൈഡിൽ നിങ്ങൾ ഐ വോക്ക് അപ്പ്. ഓക്കെ, ഇതിൻ്റെ പാസ്റ്റ് ആക്ടിവിറ്റീസ്, അതായത് കഴിഞ്ഞു പോയ ഇന്നലെ ചെയ്ത കാര്യങ്ങൾ എങ്ങനെയാണോ അത് നോട്ട്ബുക്കിൻ്റെ റൈറ്റ് സൈഡിലേക്ക് എഴുതുക. ഐ വോക്ക് അപ്പ് അറ്റ് 6 o'clock, പിന്നെ ഐ ടുക്ക് ബാത്ത്, ഐ ഹാഡ്, അങ്ങനെ എഴുതാൻ നേരത്ത് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ, എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ പറയുന്നു, ഇന്നലെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ പറയാമെന്നുള്ളത് ഇങ്ങനെ ഓരോ സെൻറ്റൻസും എഴുതി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇതൊരിക്കലും പഠിക്കേണ്ടതായിട്ട് വരില്ല. കാരണം നമ്മൾ എടുക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അവിടെ നമ്മൾ പുതിയതായിട്ടൊന്നും പഠിക്കുകയല്ല, മറിച്ച് നമ്മൾക്കറിയാവുന്ന നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നേരിട്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അതിൽ വരുന്ന ഡിഫറൻസസുകൾ, ഓരോ വാക്കിൻ്റെയും ഡിഫറൻസസുകൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് തന്നെ ഇംഗ്ലീഷ് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ നിങ്ങൾ ഇന്നലെ ചെയ്ത ആക്ടിവിറ്റീസിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞതല്ലാതെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുകൂടാതെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കൊണ്ടുവരാം. അതിനുള്ള മറുപടിയായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. Great day ahead. Thank you.